ഒരു നാട് മുഴുവൻ അല്ല ഈ കേരളക്കാരെ ഒന്നാകെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇത്തരം കമന്റുകൾ ഇടാൻ തോന്നുന്നത്? രഘുരാമൻ എന്ന് പറയുന്ന ഒരു ഭൂലോക അവൻ അവൻ ചെയ്ത കമന്റ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഒന്ന് വായിച്ചു തരാം. വാൽപ്പാറയിൽ മിനി വാൻ കൊക്കയിലേക്ക് മറിഞ്ഞു, 8 പേർ മരണപ്പെട്ടു, 2 പേരുടെ നില അതീവ ഗുരുതരം, സഞ്ചരിച്ചത് മലപ്പുറത്ത് നിന്നുള്ള 16 പേരാണെന്ന് സൂചന. ഇങ്ങനെ ഒരു പോസ്റ്റ് ഒരു മനുഷ്യൻ ഷെയർ ചെയ്തപ്പോ അതിനടിയിലാണ് ആ മറ്റവൻ ഇട്ട കമന്റ്. ആ അവൻ ഇട്ട കമന്റ് ഞാൻ വായിച്ചു തരാം. ഹൂറിമാരെയും മദ്യപ്പുയയെയും സ്വപ്നം കണ്ട് ജീവിക്കുന്ന സ്വപ്നലോക ഹിക്കമാർ വിഭാഗമാണോ അപകടത്തിൽപ്പെട്ടത്? മുറി എൻഡി പുറം ആയതുകൊണ്ട് ചോദിച്ചതാ മിനി താലിബാനിപ്പുറം. മലപ്പുറത്തെ കുറിച്ചാണ് അവൻ എന്റെ പൊന്നെ, യൂട്യൂബിൽ ഇരുന്ന് ഇങ്ങനെ പറയാൻ കഴിയില്ല, അതുകൊണ്ടാ പറയാത്തെ. അത്ര വൃത്തികെട്ട രീതിയിലാണ് അവൻ കമന്റ് ഇട്ടുള്ളത്. ഇവൻ എന്നിട്ടൊരു മാപ്പും കോപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, ഞാനത് കേൾപ്പിക്കാം. പക്ഷെ ഇവൻ ഇത് ആദ്യമായി ചെയ്യുകയാണ് എന്നുള്ള ഒരു തോട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എല്ലാവരുടെയും തെറ്റാണ്. മുന്നേ വ്ളോഗർ ജുനൈദ് മരിച്ച സമയത്ത് അയാൾ ഇട്ട ഒരു കമന്റ് ആണ്, 72 ഹൂറിമാർക്കൊപ്പം മദ്യപ്പുയയിൽ സ്വർഗീയ ജീവിതം ആസ്വദിക്കാൻ പടച്ചോന്റെ കൃപയാൽ ഈ റമദാൻ നൊയമ്പ് കാലത്ത് തന്നെ അവസരം കൊടുത്ത പടച്ചോനോട് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അള്ളാ, അൽഹംദുലില്ലാ, മാഷാ അള്ളാ. ഇതും ഇവൻ ഇട്ടതാ. ഇവൻ ഇപ്പൊ പറഞ്ഞത് ഞാൻ മദ്യപിച്ചുകൊണ്ട് അറിയാണ്ട് പറഞ്ഞതാണ് എന്നുള്ളതാ. ഇവൻ മദ്യപിച്ചറിയാതെ പറഞ്ഞൊന്നല്ല. അതിനിടയിൽ രാഷ്ട്രീയ പൊതലെടുപ്പിന് വേറെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇവൻ ഭൂലോക സംഖ്യയാണ് കേട്ടോ. ഇവൻ BJPക്ക് വേണ്ടി തന്നെയാണ് പണിയെടുക്കുന്നത്. കൃത്യമായിട്ട് അവന്റെ പ്രൊഫൈൽ നോക്കിയാൽ കാണാൻ കഴിയും. അതിനിടയിൽ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ചില ആളുകൾ പണിയെടുക്കുന്നത് എന്താ വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധമാണെന്നുള്ളതാണ്. നിങ്ങൾ സൈഡിൽ കണ്ടോ, ഒറ്റ ഒരു ആഗ്രഹമേ ഉള്ളൂ. നാളെ പാലക്കാട്ട് വോട്ട് എണ്ണുമ്പോൾ ഒറ്റ ഒരു വോട്ടിനെങ്കിലും എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ചങ്ക് പാലക്കാട് വിജയിക്കണം, രാഹുൽ മാങ്കൂട്ടത്തിൽ. നവീൻ ബാബുവിന്റെ കൊലയാളി പാർട്ടിക്ക് മറുപടി കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഇവൻ ഈ ഒരു പോസ്റ്റ് ഇട്ടത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവന് എന്താ പറയാ രാഹുൽ മാങ്കൂട്ടലുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ്. അല്ല, ഈ നാറി പലപ്പോഴായി പല ഊളത്തരങ്ങളും കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്കിത് പറയുമ്പോൾ തന്നെ ഭയങ്കര വിഷമമുണ്ട് എന്നുള്ളതാണ്. സ്വന്തം ഉമ്മ മരണപ്പെട്ടത് പോലും അറിയാത്ത ഒരു പെൺകുട്ടി ഉണ്ട് അവിടെ. ആ പെൺകുട്ടി അത് അറിയുമ്പോൾ ഉണ്ടാവുന്ന വിഷമത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവന്റെ മാപ്പും കോപ്പും ഞാൻ കേൾപ്പിക്കാം. അതിന് മുന്നേ കുറച്ച് വായിക്കാം. സ്കൂളിലെ പ്രധാന അധ്യാപിക അജിത, അധ്യാപികമാരായ റംല, സുഹറയുടെ മകൻ ഇഷാം, അധ്യാപിക ആശ, അധ്യാപകൻ അബ്ദുൽ മജീദ്. ഈ അബ്ദുൽ മജീദ് എന്ന് പറയുന്ന വ്യക്തിക്ക് കണ്ണ് കാണില്ല കേട്ടോ. അദ്ദേഹം സ്കൂളിലേക്ക് വരുന്ന സമയത്ത് സ്റ്റുഡൻസ് ആണ് അയാളെ കൈപിടിച്ച് അദ്ദേഹത്തിനെ കൊണ്ടുവരില്ലെന്നുള്ളതാണ്. സത്യത്തിൽ ഈ വീഡിയോ ചെയ്യരുതെന്ന് ആഗ്രഹിച്ചിരുന്ന, അതിന്റെ ഇടയിൽ ഈ മണകൊണാഞ്ചൻ ഈ നാറ് ഇങ്ങനെ ഒരു സാധനം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. മനസ്സിന് വിഷമമുണ്ട്. അധ്യാപകൻ അബ്ദുൽ മജീദ് കണ്ണു കാണില്ല. ഭാര്യ റുക്കിയ, സ്കൂളിൽ ഭക്ഷണം വെക്കണ സാജിദ, അധ്യാപിക ഷക്കീന എന്നിവരാണ് മരണപ്പെട്ടത്. ഞാൻ എന്റെ മാപ്പ് കേൾപ്പിച്ചുതരാം. സത്യത്തിൽ ബ്രോ, എനിക്കത് അബദ്ധം പറ്റിപ്പോയതായിരുന്നല്ലോ. എൻ്റെ കയ്യിൽ നിന്ന് പോയ ഒരു കാര്യമാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ സംഭവിച്ചത് എന്താ വെച്ചാൽ, ഇന്നലെ ഞാൻ ഫുൾ ഫിറ്റായിരുന്നു. ഞാൻ ആകെ കാലത്ത് മുതൽ നല്ല മദ്യത്തിൽ നല്ല കുളിച്ച് കിടക്കാറുണ്ട് ഇന്നലെ. അപ്പം ഞാൻ ആ സമയത്ത് അങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ ഞാൻ സതീഷ് മാധവൻ്റെ പോസ്റ്റ് പോലും ഞാൻ ശരിക്കും വായിച്ചിട്ടില്ല. ആ വിഷയം പോലും ഞാൻ കണ്ടില്ല. ഞാനൊരു മുസ്ലിങ്ങളുടെ പേര് കണ്ടു, ഉടനെ ഞാൻ അങ്ങ് കയറി അങ്ങ്. അപ്പം അങ്ങനെ ഒരു കാരണം വരാനുള്ള കാരണം എന്താ വെച്ചാൽ, ആ ചേർത്തലയിൽ മറ്റേ കുഴിമന്തി ഹോട്ടലിൽ മറ്റേ വിഷുവിൻ്റെ ആ ഒരു വിഷയമുണ്ടായി. വിഷു ബ്രോഷർ ഇറക്കിയതിൽ, വിഷു ആശംസകൾ ബ്രോഷർ ഇറക്കിയതിൽ ഉണ്ണിക്കണ്ണനെ കൊണ്ട് കുഴിമന്തി തീറ്റിക്കുന്നതും, അതുപോലെ അതിൻ്റെ അപ്പുറത്ത് മറ്റേ ഷിയാസ് കരീം എന്ന് പറയുന്നവൻ ബീഫ് മറ്റേ എന്താ പറയുക, ബിഗ് ബോസിലുണ്ടായിരുന്ന ഒരു ലേഡി വിന്നറിനെ കൊണ്ട് നീ സംഖ്യയായോ, നീ ആ കുട്ടി ബീഫ് തിന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സംഖ്യയായോ എന്ന് ചോദിച്ചിട്ട് അവൻ്റെ ഒരു കമൻറ്റ്. അപ്പം അതിൻ്റെയൊക്കെയുള്ള ഒരു അമർഷം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. മുസ്ലിം നാമം കേട്ടപ്പോൾ തന്നെ അവന് കലി കണ്ടു. ഇതാണ് സംഘികളുടെ പ്രത്യേകത. മുസ്ലിം നാമം കേട്ട് കഴിയുമ്പോൾ തന്നെ ഇവരുടെ മനസ്സിനകത്തുള്ള ആ ഒരു ചെറു ചിന്താഗതി പുറത്തു വരും. കള്ളു കുടിച്ചപ്പോൾ പുറത്തു വന്ന് കേട്ടില്ലേ, അവന്റെ വിഷം തന്നെയാണ് പുറത്തു വന്നുള്ളത്. കള്ളു കുടിച്ചെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഇവനെ വെറുതെ വിടാൻ പാടില്ല. ഇവനൊക്കെ നിയമത്തിന്റെ മുന്നിൽ തന്നെ കൊണ്ടുപോകണം. കഴിയുമെങ്കിൽ പടച്ച തമ്പുരാനെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഇവന്റെ തലയിൽ വല്ല ഇടുത്തി വീഴട്ടെ. അത് എനിക്ക് പറയാനുള്ളൂ.
ഷിയാസ് കരീമും അനുമോളും സുഹൃത്തുക്കളാണ്. അവരത് കൃത്യമായിട്ട് തമാശക്ക് കാണിച്ചതെന്ന് വ്യക്തമാക്കിയിട്ട് സ്റ്റോറി പോസ്റ്റ് ചെയ്തിരുന്നു. കണ്ടിരുന്ന ബീ വിളമ്പി തിന്നതാണ്, നീ കണ്ടിരുന്ന? ഇല്ലല്ല. അതിനിടയിൽ പിന്നെ മെഹർ ഹോട്ടൽ ഇതും തമ്മിൽ എന്ത് ബന്ധാടാ ഞാൻ പറയുന്നില്ല. ആ ഒരു അമർഷത്തിന്റെ ബേസ് എൻ്റെ ഉള്ളിൽ കിടക്കണമെന്നുകൊണ്ടാണ് ഞാൻ ഇന്നലെ നല്ല അസൽ കള്ളായിരുന്നു, മദ്യമായിരുന്നു. ഞാൻ നോർമലി ഞാൻ അങ്ങനെയൊന്നും പറയുന്ന ഒരാളൊന്നും അല്ല, എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. നിന്നെ അറിയുന്ന ആളുകളൊക്കെ തന്നെ കമന്റ് ഇട്ടിട്ടുണ്ട്, നീ ഭൂലോക അതാണെന്ന് വ്യക്തമായിട്ട് കമന്റ് ഇടുന്നുണ്ട്. നീ എന്തൊരു മാക്സിം കൂസിയൊക്കെ ഇട്ടിട്ടാണല്ലോ നിൽക്കുന്നേ. അയ്യ ഞാൻ പറയുന്നില്ല. ഇവന് കൊടുക്കേണ്ട മറുപടി സത്യത്തില് ഈ വീഡിയോ ചെയ്യല്ലേ വേണ്ട, ചെന്ന് അവന്റെ മോന്തടി തിരിയണം നായി. എനിക്ക് ഇഷ്ടംപോലെ മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. മുസ്ലിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ജോലി ചെയ്യുന്നത്. എന്റെ പൊന്നു സഹോദരൻ, അയാളെ പിടിച്ച് പുറത്താക്ക്. ഇവനെ കൂട്ടത്തിൽ ഇരുത്താൻ പറ്റില്ല. ഇവൻ നാളെ എന്ത് പറയും എന്ത് കാണിക്കുന്നു പറയാൻ കഴിയില്ല. മുസ്ലിം സുഹൃത്തുക്കളുടെ അത്രേ, ഇവനെ ഒറ്റപ്പെടുത്തറോ, ഒഴിവാക്കി വിടുവനെ. ആ സ്ഥാപനത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്താക്കണം. എന്റെ പൊന്നു കാക്ക, നിങ്ങൾക്ക് ഇങ്ങോട്ടാ പറയാനുള്ളത്. എടാ നീ വല്ലാണ്ട് കൊണക്കേണ്ട. നിനക്കുള്ള പണി പടച്ച തമ്പുരാൻ തരും. അല്ലെങ്കിൽ ഇവിടെ നല്ല ചങ്കൂറ്റുള്ള ആണുങ്ങളുണ്ടാവും, ആരെങ്കിലും തന്നോളൂ നിനക്ക്. മരണപ്പെട്ടു പോയ പാവപ്പെട്ട മനുഷ്യന്മാരല്ല നീ പറഞ്ഞത്. കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകരെ കുറിച്ചാണ് നീ പറഞ്ഞത്. നിന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കും, നിനക്ക് കിട്ടേണ്ട ശിക്ഷകൾ വാങ്ങി തന്നിരിക്കും. മനുഷ്യന്മാരോടാണ് നീ കളിക്കുന്നത്, മനുഷ്യന്മാരോട്. നീ പോയിട്ട് നിന്റെ പോത്തുകളോട് കളിച്ചോ, പറയുന്നില്ല. എനിക്ക് അതിലൊരു മടിയുമില്ല അത് പറയാനായിട്ട്. സുഹൃത്തെ, എനിക്ക് എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ ഈ വികാര എന്താ പറയാ, മതവികാര മതമല്ല, ഒരുതരം ഇത്തരം ഈ ബ്ലഡി ഇഡിയറ്റ് കാഴ്ചപ്പാടുകൾ വെച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു അമർഷം എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഒരു കമന്റ് ഇട്ടത്. ഇതാടാ കമന്റ് ഇടുന്നത്? ഒന്നും അറിയാത്ത പാവപ്പെട്ട ആളുകൾ വിനോദസഞ്ചാരത്തിന് പോയതാ, കൂട്ടത്തിൽ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട്. കണ്ണ് കാണാത്ത ഒരു പാവപ്പെട്ട അധ്യാപകന് മരണപ്പെട്ടിട്ടുണ്ട്. ഒരു മനുഷ്യനെ പോലും നോവിക്കാത്ത പാവം ഒരു പയ്യന് മരണപ്പെട്ടിട്ടുണ്ട്. മുസ്ലിമാണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ നീ ആ ഊളത്തരം കാണിച്ചില്ലടാ, നീ ഊളത്തരം പറഞ്ഞില്ലടാ. ആ നാട്ടിൽ ആണുങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊന്ന് സഹോദരന്മാരെ, നിങ്ങളോടാ ഞാൻ പറയുന്നത്, ആ കൈത്തരി പങ്ക് തീർക്ക്. ഞാൻ നായടൻ. മനസ്സിലായോ? അതും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സതീഷ് മാധവന്റെ പോസ്റ്റിലാണ് ഞാൻ ആ കമന്റ് ഇട്ടത്. നിങ്ങൾ ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, ഞാനൊരു ഇസ്ലാം വിരുദ്ധനോ ഇസ്ലാമോഫോബിക്കൊന്നുമല്ല. പക്ഷെ മതതീവ്രവാദത്തിനെതിരെ ഞാൻ എന്നും ശക്തമായിട്ട് മതതീവ്രവാദത്തിനെതിരെ ശക്തമായിട്ട് നീ എന്തു ഉണ്ടാക്കി? ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ, ഇന്ത്യ എന്ന മഹാരാജ്യത്തെ കൂട്ടിക്കൊടുത്തതിന് ഏറ്റവും കൂടുതൽ ചാരപ്രവർത്തി ചെയ്തതിന് പിടിക്കപ്പെട്ടത് RSSകാരാ. നീ അവിടെ പോയിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. മുസ്ലിങ്ങളാണെന്ന് കേൾക്കുമ്പോൾ തന്നെ നിനക്ക് കലിപ്പ് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ അത് തന്നെയാണ്. നിന്റെ മനസ്സിനകത്ത് കിടക്കുന്ന ജീർണിച്ച ചിന്താഗതി പുറത്തേക്ക് വലിച്ചിടല്ലേ. ചാവാറായില്ലടാ ഒന്നല്ലെങ്കിൽ നീ. ഇടപെടുന്ന ഒരാൾ തന്നെയാണ്, ഒരു തർക്കം വേണ്ട ആ കാര്യത്തിൽ. ഇസ്ലാം മത തീവ്രവാദത്തിന് അല്ലെങ്കിൽ താലിബാനിസത്തിനെതിരെ ശക്തമായിട്ട് പോരാടുന്ന ഒരാൾ തന്നെയാണ്. ഇനിയിപ്പോൾ അത് ഇതുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട. ഇവിടെ നോർമലി ഒരു മുസ്ലിമിനെ നമ്മൾ എതിർക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ, സുഹൃത്തെ. ഈ മരണപ്പെട്ടു പോയ ആളുകളെ നീ താലിബാനിസമായിട്ടാണ് കാണുന്നത്? കുട്ടികൾക്ക് വിദ്യ പകർന്നു കൊടുക്കുന്ന ഈ അധ്യാപകരെ നീ കാണുന്നത്, ഈ അധ്യാപികമാരെ നീ കാണുന്നത് താലിബാനിസമായിട്ടാണോ? ചോദിക്കട്ടെ. നീ ആദ്യം ഇറങ്ങി ചെല്ലേണ്ടത് RSSന്റെ ഇടയ്ക്കാ. എന്നിട്ട് അവിടെ നിന്ന് നീ വർഗീയതയെ ചവിട്ടി പുറത്താക്കാൻ നോക്ക്. എന്നിട്ട് നീ ഡയലോഗ് അടിക്ക്. ആദ്യം അതിന്റെ അകത്ത് ചെല്ല് കേട്ടാ. ഞാൻ ഈ RSSനെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് മനുഷ്യന്മാരോട് സ്നേഹമുള്ളത് കൊണ്ടാ അവർക്കെതിരെ ശബ്ദിക്കുന്നത്. അത് നീ ആദ്യം മനസ്സിലാക്കുക. നിന്റെ ചിന്താഗതിയാണ് ഏറ്റവും വലിയ അപകടം. RSSകാരനായ നിനക്ക് ഇമ്മാതിരി ചിന്താഗതി ഇല്ലാത്തവൻ എന്താ ഉണ്ടാവുമല്ലേ? കൊള്ള. എന്നെ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ജീവിതത്തിൽ മുസ്ലിം വിരുദ്ധനൊന്നും അല്ലപ്പാ. എന്തിനു മുസ്ലിം വിരുദ്ധമായിരിക്കും? മനുഷ്യനായി കാണുന്ന ഞാനൊരു ഫെമിനിസ്റ്റാണ്. അത് തർക്കമൊന്നും വേണ്ട, ഞാനൊരു ഫെമിനിസ്റ്റാണ്. എൻ്റെ എന്താ പറയുക, എൻ്റെ ടാറ്റൂടൊക്കെ ഞാൻ നിങ്ങളെ ഇപ്പോൾ ഇതിൽ കാണിച്ചു തരാം. ഞാനൊരു ഫെമിനിസ്റ്റാണ്, പക്ക 100% ഫെമിനിസ്റ്റാണ്. നീ ഫെമിനിസ്റ്റും അല്ല, നീ ഒരു തേങ്ങാക്കൊലയില്ല, നീ അസല് ചാണകം. ചാണകം എന്ന് പറഞ്ഞിട്ട് പശുവിനെ കൂടി നാണം കെടുത്തുന്നില്ല. നീ അസല് തീട്ടം. അത്രേ ഉള്ളൂ, തീട്ടക്കാട്ടം. അപ്പൊ അതിൻ്റെതായ ചില പ്രശ്നങ്ങളും ഉണ്ട് നമുക്ക് ഇപ്പൊ ഈ മതമൊക്കെ ആയിട്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ചില ഈ കറകളാണ് നമ്മൾ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്താ പറയാ ഓവർഫ്ലോ ആവുന്നത്. മനസ്സിലായോ? ഞാൻ പക്ക ഫെമിനിസ്റ്റാണ്. എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. കേരളത്തിൽ ഒരുവിധം നല്ല ശതമാനം പേർക്കും എന്നെ അറിയാം. നിന്നെ ആർക്കറിയാം? കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാമോ? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ആർക്കെങ്കിലും അവൻ അറിയുന്ന അഡ്രസ് ഒന്ന് അയച്ചു തരണം കേട്ടോ, ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്റെ അഡ്രസ് ഒന്ന് അയച്ചു തരണം. എന്റെ വീട്ടിൽ പോയിട്ട് എന്താണ് ഫെമിനിസം എന്നും എന്താണ് അത് എന്നൊന്ന് പഠിപ്പിച്ചു കൊടുക്കാനാ, വേറെ ഒന്നിനു വേണ്ടിയിട്ടില്ല. ഇവന് നല്ല പാഠം കുറച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അധ്യാപകന്മാരെ
ഗുരുക്കന്മാരെ ഇവൻ പറഞ്ഞ ഈ ഒരു വാക്കില്ലേ, അതിനൊന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ആരെങ്കിലും അറിയുന്ന അഡ്രസ് ഒന്ന് അയച്ചതാ. എൻ്റെ പേരും അറിയാം, എന്നെ അറിയാം. ഞാനൊരു ഫെമിനിസ്റ്റാണ്. ശബരിമല വിഷയത്തിലൊക്കെ പെണ്ണുങ്ങളെ ശബരിമല എത്തിച്ചതിലൊക്കെ നല്ല മുഖ്യ പങ്ക് വഹിച്ച ഒരാൾ തന്നെയാണ് ഞാനും. ശബരിമല അല്ല അടിപൊളി. ശബരിമല വിഷയത്തിൽ പെണ്ണുങ്ങളെ ശബരിമല കയറ്റാൻ നോക്കിയിരുന്ന ആളാണ് ഇവൻ. സംഘികളെ, നിങ്ങളുടെ കൂട്ടത്തിരുത്ത് തന്നെ നിങ്ങളെ നക്കുന്നുണ്ട്, നിന്ന് കൊടുക്ക്. സുഹൃത്ത്, നിങ്ങൾ എന്നെ ഡിലീറ്റ് ചെയ്യാൻ വാട്സപ്പിൽ നമുക്ക് സൗഹൃദം പുലർത്താം. നമ്മുടെ സംശയങ്ങൾ എനിക്ക് എനിക്ക് ഒരു അത്യാവശ്യം മതപണ്ഡിതനാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്യാവശ്യം എൻ്റെ സംശയങ്ങൾ നിങ്ങളോട് എനിക്ക് ചോദിക്കാം. എൻ്റെ സംശയങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളോട് എനിക്ക് എന്തെങ്കിലും പറയാനെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് പറയാം. നിങ്ങൾ എന്നെ ഡിലീറ്റ് ചെയ്യേണ്ട. ഈ സൗഹൃദം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു. നിനക്ക് സംശയങ്ങളും വല്ലതും ഉണ്ടെങ്കിൽ നീ ഇൻസ്റ്റഗ്രാം വഴി എൻ്റെ അടുത്ത് വാ. നിന്റെ സംശയങ്ങൾ നല്ല പൊന്നീച്ച പാർന്ന രീതിയിൽ അങ്ങ് തീർത്തരാം. നല്ല അടിപൊളിയായിട്ട് തീർത്തരാം. തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ വിളിച്ചതിൽ എനിക്ക് ഒരു വാട്സപ്പിൽ ഒരു ഇതിട്ടതിൽ എനിക്ക് തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ഓക്കെ, ഉറപ്പായിട്ടും സന്തോഷമുണ്ട്. ഇനിയും കേട്ടോണ്ടിരിക്കാൻ ത്രാണിയില്ല. സത്യത്തിൽ മനസ്സാകെ തകർന്നിരിക്കുക. ഞാൻ ഈ വീഡിയോ ചെയ്യാനെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല. കാരണം അത്ര ആളുകൾ മരണപ്പെടുന്നു. സ്കൂൾ മൈതാനിയിൽ ആ ഭൗതിക ശരീരങ്ങൾ ഇങ്ങനെ വെച്ച സമയത്ത് അത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമമുണ്ടല്ലോ. മിണ്ടാൻ വയ്യാത്തൊരവസ്ഥയിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നത്. സത്യത്തിൽ ഇന്ന് വാർത്ത കാണാൻ തന്നെ തോന്നിയിരുന്നില്ല. കണ്ടപ്പോൾ സത്യം സഹിക്കാൻ പറ്റിയില്ല. ഇത് റിയാക്ട് ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കുന്നതിന് ഒരു അർത്ഥമില്ല. അതുകൊണ്ട് ചെയ്ത മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ദുആ ചെയ്യാം. അപ്പൊ വീണ്ടും വരാം.